Hello guys, welcome back to Crick Talks with Kiran. പഞ്ചാബ് കിങ്സ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ് പ്ലേ ഓഫ് സ്പോട്ടുകൾക്കായുള്ള കോമ്പറ്റീഷൻ ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ടീമുകൾക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ് ഇന്ന് ധർമ്മശാലയിൽ നടക്കാൻ പോകുന്നത്. രണ്ട് ടീമുകളുടെയും ഈ സീസൺ നമ്മൾ നോക്കിയാൽ 10 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായിട്ട് പഞ്ചാബ് കിങ്സ് 4ാം സ്ഥാനത്താണ്. അവരുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. അപ്പോൾ ആകെ അവർക്ക് 13 പോയിന്റുകളാണുള്ളത്. ഇപ്പോൾ ഇന്നത്തെ മത്സരം ഉൾപ്പെടെ 4 മത്സരങ്ങൾ അവർക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇത് 4ഉം ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് 21 പോയിന്റോടെ ഒരു ടോപ്പ് 2 സ്പോട്ടിൽ തന്നെ പഞ്ചാബ് കിങ്സിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇനി LSGയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളുമായിട്ട് അവർ 6ാം സ്ഥാനത്താണ്. അവർക്കാകെ 10 പോയിന്റാണ് ഉള്ളത്. ഇനി അവർക്ക് 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ 4 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 18 പോയിന്റ് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഷുവർ ആയിട്ട് അവർക്കും പ്ലേ ഓഫിൽ കടക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ മത്സരം തോറ്റു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സിനെ അപേക്ഷിച്ച് അവരുടെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ആ ഒരു ടോപ്പ് 2 സ്പോട്ടിന് വേണ്ടിയുള്ള ആ ഒരു കോമ്പറ്റീഷൻ കുറച്ച് ട്രിക്കി ആയെന്ന് വരാം. എന്നാൽ LSGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തോറ്റു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പിന്നീട് 3 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവർക്ക് മാക്സിമം എത്താൻ പറ്റുന്നത് 16 പോയിന്റിലായിരിക്കും. ഇപ്പോൾ ഓൾറെഡി RCB 16 പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ 14 പോയിന്റുള്ള 2 ടീമുകളുണ്ട്, മുംബൈയും GTയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുന്ന ഒരു തോൽവി LSGയെ സാരമായിട്ട് തന്നെ ബാധിച്ചേക്കാം. ഇനി നമ്മൾ ഫോമിലേക്ക് വരുമ്പോൾ പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് 3 ആണ് ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, ശ്രേയസ് അയ്യർ. ഇവർ 3 പേരും നമ്മളിപ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാലും അവർ മത്സരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ആ ടോപ്പിലുള്ള താരങ്ങൾ തന്നെയാണ്. ഇവരുടെ ഒരു ഇഷ്യൂ എന്ന് നമുക്ക് പറയാവുന്നത് ഇവരുടെ മിഡിൽ ഓർഡർ ആണ്. പ്രത്യേകിച്ച് 4ാം നമ്പറിൽ ഇവരുടെ ഒരു 5 താരങ്ങളെ യൂസ് ചെയ്തിട്ടും ഒരു പ്ലെയറിനെ അവിടെ ഫൈനലൈസ് ചെയ്യാൻ, ആ ഒരു സ്ലോട്ടിൽ ഫൈനലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല ഈ മിഡിൽ ഓർഡറിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് മിഡിൽ ഓർഡർ നമുക്ക് പഞ്ചാബ് കിങ്സിനെ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവരുടെ ടോപ്പ് 3 അത്രയും എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവരുടെ ആ ഒരു മിഡിൽ ഓർഡറിന്റെ ആ ഒരു വീക്ക്നെസ് മനസ്സിലാവാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ബാറ്റിംഗ് വൈസ് അവർക്ക് ആ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും ചെന്നൈക്കെതിരെ ശ്രേയസ് അയ്യർ വളരെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിട്ട് ടീമിനെ വിജയത്തിൽ എത്തിച്ചു. അപ്പോൾ ഈ ടോപ്പ് 3ൽ ആരെങ്കിലും ഒക്കെ അവർക്ക് സ്ഥിരമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നേ ഉള്ളൂ. ഇനി ആ ടോപ്പ് 3യുടെ വിക്കറ്റ് പെട്ടെന്ന് പോയിട്ട് മിഡിൽ ഓർഡർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ചഹൽ ഈ സീസൺ ഒരു യൂ ടേൺ എടുത്ത പോലെയാണ്. ആദ്യ മത്സരങ്ങളിലൊന്നും നല്ല ഫോമിലായിരുന്നില്ല. പണ്ട് RCBക്ക് വേണ്ടിയും RRന് വേണ്ടിയും കളിച്ചൊരു ചഹലിനെ അല്ല നമ്മൾ കണ്ടത്. എന്നാൽ ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടുള്ളൊരു മത്സരം, മുള്ളൻപൂരിൽ നടന്ന മത്സരത്തോടെ ചഹൽ നേരെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു യൂ ടേൺ എടുത്തു. ഒരു മോശം തുടക്കത്തിൽ നിന്ന് വളരെ മികച്ചൊരു സീസണിലേക്ക് തൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സീസൺ റിവൈവ് ചെയ്യാൻ ചഹലിനായി. അത് പഞ്ചാബ് കിങ്സിന് നൽകിയ ബൂസ്റ്റ് വളരെ വലുതാണ്. പിന്നീട് ഹർഷദീപ് സിംഗ് ആയാലും മാർക്ക് ജോൺസൺ ആയാലും ബോളിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലെൻ മാക്സ്വെല് പരിക്കേറ്റ് ഈ സീസണിന് പുറത്തായി. മാക്സ്വെലിന് പകരം ഒരു ഫോറിൻ പ്ലെയറിനെ അവർ യൂട്ടിലൈസ് ചെയ്തില്ല. അവർക്ക് സ്റ്റോയിനിസ് ഒക്കെ അവരുടെ ബെഞ്ചിലുണ്ടായിട്ട് അവർ യൂസ് ചെയ്തില്ല. പകരം ഷെഡ്ഗെ ആണ് യൂസ് ചെയ്തത്. എന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും കഴിഞ്ഞ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഷെഡ്ഗെ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് പകരം സ്റ്റോയിനിസിനെ യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഞ്ചാബ് കിങ്സിന്റെ കാര്യങ്ങൾ. ഇനി LSGയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സീസണിൽ നല്ലൊരു തുടക്കമാണ് കിട്ടിയത്. ആദ്യത്തെ 6 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ അവർ വിജയിച്ചു. എന്നാൽ കഴിഞ്ഞ 4ൽ 3 എണ്ണവും തോറ്റു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു സ്പോട്ട് ഓഫ് ബോദർ എന്ന നിലയിലേക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പ്രശ്നമായിട്ട് വന്നത്. ഇപ്പോൾ ഈ തുടക്ക മത്സരങ്ങളിലെല്ലാം അവരുടെ ആ ഒരു കുതിപ്പിന് സഹായിച്ചത് ഇവരുടെ ഒരു ടോപ്പ് 3യുടെ ഇംപ്രസീവ് ഫോമാണ്. മിച്ചൽ മാർഷ് ആയാലും എയ്ഡൻ മാർക്രം ആയാലും നിക്കോളാസ് പുറാൻ ആയാലും എക്സലന്റ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രത്യേകിച്ച് നിക്കോളാസ് പുറാൻ ആദ്യ മത്സരങ്ങളിലൊക്കെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത് മിക്കവാറുള്ള മത്സരങ്ങളിൽ 200+ സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ഈ സീസണിന്റെ തുടക്കത്തിൽ സ്പിന്നേഴ്സിനെതിരെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചത് നിക്കോളാസ് പുറാനാണ്. എന്നാൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിക്കോളാസ് പുറാന്റെ ഫോം ഒന്ന് ഡിപ്പായി. അത് അവരുടെ റിസൾട്ട്സിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്തു. ഇപ്പോൾ പുറാൻ ഫോം ഔട്ടായ 4 മത്സരങ്ങളിൽ 3 എണ്ണത്തിലും അവർ തോൽക്കുകയാണ് ചെയ്തത്. ഇവരുടെ മിഡിൽ ഓർഡറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്തിന്റെ ഫോമാണ്. ഋഷഭ് പന്ത് നമുക്കറിയാം ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഈ IPLലെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആണ്. എന്നാൽ അതിന് ഉതകുന്ന ഒരു പെർഫോമൻസ് ഋഷഭ് പന്തിന്റെ ബാറ്റിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു മത്സരത്തിൽ 7ാം നമ്പറിലൊക്കെ വന്നു. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും 4ാം നമ്പറിൽ വന്നു. എന്നിട്ടൊന്നും ആ ഒരു പെർഫോമൻസ് ശരിയായി പോകുന്നില്ല. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയൊരു 50 മാത്രമാണ് എടുത്ത് കാണിക്കാനായിട്ട് പന്തിനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടോപ്പ് 3ൽ ഇപ്പോൾ നിക്കോളാസ് പുറാനൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഇമ്പച്ചസ് നൽകാൻ അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ നൽകാൻ ഋഷഭ് പന്തിന് കഴിയുന്നില്ല. പിന്നെ ആയുഷ് ബദോണി അത്യാവശ്യം ഡീസന്റ് ടച്ചിലാണ്. മില്ലറിനും അതുപോലെ തന്നെ കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുന്നില്ല. അബ്ദുൾ സമദ് ചില മത്സരങ്ങൾ നന്നായിട്ട് ഫിനിഷ് ചെയ്തു. അതിനിടയ്ക്ക് അബ്ദുൾ സമദിന്റെ ബാറ്റിംഗ് ഓർഡറൊക്കെ ഇടയ്ക്ക് ഒരു മത്സരത്തിൽ മാറ്റി. ആ ഒരു മത്സരത്തിൽ ഫെയിലായി. അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഇൻകൺസിസ്റ്റൻസീസും ഒക്കെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ മിഡിൽ ഓർഡറിലും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടോപ്പ് 3 തന്നെയാണ് ഒരു ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവർ ആകെ എടുത്ത സ്കോറിന്റെ ഒരു 63% റൺസ് ഈ ടോപ്പ് 3 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നിക്കോളാസ് പുറാൻ ഇനിയും ഫെയിൽ ആവുകയാണെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാവും. കാരണം ഞാനിപ്പോൾ തുടക്കത്തിൽ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, LSGയെ തോൽപ്പിക്കണമെങ്കിൽ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ വന്ന മത്സരങ്ങളിലെല്ലാം ഇവർ
തോൽക്കുകയും ചെയ്തു. ഞാനത് പറഞ്ഞത് വലിയ പ്രഡിക്ഷൻ ഒന്നുമല്ല, ഇപ്പോൾ കളി കാണുന്ന ആർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിക്കോളാസ് പുറാൻ ഒരു 10-20-25 ബോൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒരു 50 റൺ എടുക്കും. അത് തന്നെ ആ ഒരു എടുക്കുന്ന സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ, ആ ഒരു റൺ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും LSGക്ക് ഗുണകരമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് പിന്നെ സത്യവുമായി. ഇപ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ എതിർ ടീമിന് നിക്കോളാസ് പുറാനെ ചീപ്പായിട്ട് ഔട്ടാക്കാൻ സാധിച്ചു. അങ്ങനെ LSG സമ്മർദ്ദത്തിലുമായി. ഇനിയും ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സീസണിന്റെ തുടക്കം തന്നെ ഇവരുടെ ബോളിംഗിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് വെച്ചിട്ട് ഒരുവിധം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇപ്പോൾ മായങ്ക് യാദവ് തിരികെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടൊരു റോ പേസ് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ലോ ബോളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ മായങ്ക് യാദവിന്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യുമെന്ന് സൈർ ഖാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ 2 മാച്ചസ് തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് മായങ്ക് യാദവ് ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പഴയ ആ ഒരു പെർഫോമൻസിലേക്ക് മായങ്ക് യാദവ് തിരികെ എത്തും എന്ന പ്രതീക്ഷയിലായിരിക്കും LSG. പിന്നീട് ഇവരുടെ ബോളിംഗിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ദിഗ്വേഷ് ഷെട്ടിയുടെ പെർഫോമൻസ് ആണ്. ദിഗ്വേഷ് എല്ലാ മത്സരത്തിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് റൺസ് വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന രവി ബിഷ്ണോയും പതുക്കെ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബാറ്റിങ്ങിൽ ആ ഒരു മിഡിൽ ഓർഡറിലുള്ളൊരു ഇഷ്യൂ അവർ സോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിക്കോളാസ് പുറാൻ തിരികെ വീണ്ടും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നല്ലൊരു റിസൾട്ട് ആദ്യ മത്സരങ്ങളിൽ കിട്ടിയതുപോലെ നല്ലൊരു റിസൾട്ടിലേക്ക് അവർക്ക് കുതിക്കാൻ കഴിയും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ധരംശാലയിലാണ്. ധരംശാലയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2023 ശേഷം നടന്ന 4 മത്സരങ്ങളിൽ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ വന്നത് 201 റൺസാണ്. ഈ മത്സരങ്ങളിലെല്ലാം ടോസ് നേടിയ ടീം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരവസരത്തിൽ മാത്രമാണ് ഇങ്ങനെ ടോസ് നേടിയ ടീമിന് സക്സസ്ഫുൾ ആയിട്ട് ആ മത്സരം ചേസ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും നല്ലൊരു സ്കോർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയ സാധ്യത ഉള്ള ഒരു പിച്ചാണ് ധരംശാലയിലേത്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ 3 ഫോറിൻ പ്ലേയേഴ്സുമായിട്ടാണ് നമ്മുടെ പഞ്ചാബ് കിങ്സ് ഇറങ്ങിയത്. അവർക്ക് വേണമെങ്കിൽ സൂര്യൻ ഷെഡ്ഗേക്ക് പകരം മാർക്കസ് സ്റ്റോയിനിസിനെ കളിപ്പിക്കാം. ഇനി പിച്ച് കൂടുതൽ പേസ് ബോളിങ്ങിനെ പിന്തുണയ്ക്കുന്നതാണെന്ന് അവർക്ക് തോന്നിയാൽ വേണമെങ്കിൽ സാവിയർ ബാർട്ട്ലെറ്റിനെയും ടീമിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി LSGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ ഒരാളുടെ പേര് എടുത്ത് പറയുകയല്ല ചെയ്യുന്നത്, ഒരു കോൺടെസ്റ്റ് ആണ്. നിക്കോളാസ് പുറാൻ വേഴ്സസ് യുസ്വേന്ദ്ര ചഹൽ. ഞാൻ നേരത്തെ പറഞ്ഞു നിക്കോളാസ് പുറാൻ എന്ന് പറയുന്നത് ഈ സീസണിൽ സ്പിന്നിനെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരമാണ്. ചഹലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മത്സരങ്ങളിലൊക്കെ കുറച്ച് ഡിപ്പായിരുന്നു ഫോം. എന്നാൽ പിന്നീട് മികച്ച രീതിയിൽ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ്, അതായത് നിക്കോളാസ് പുറാനെ പിടിച്ചു നിർത്താൻ യുസ്വേന്ദ്ര ചഹലിന് കഴിയുമോ എന്നുള്ള കാര്യം, അപ്പോൾ അവർ തമ്മിൽ ഒരു കോൺടെസ്റ്റ് വന്നാൽ എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്നത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുന്നത്? പഞ്ചാബ് കിങ്സോ അതോ ലക്നൗ സൂപ്പർ ജയൻസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.